2026 ഏപ്രിൽ 3 റിലീസായ ഒരു കോമഡി അഡ്വഞ്ചർ ആനിമേറ്റഡ് മൂവിയാണ് സൂപ്പർ മാരിയോ ഗാലക്സി മൂവി. ഫാമിലി ഓഡിയൻസിനും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ് വരെ കണ്ണ് ചിമ്മാണ്ട് നോക്കിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും സ്ക്രീനിൽ തന്നെ കണ്ണ് മാറ്റാണ്ട് ഞാൻ കണ്ടിരുന്നൊരു മൂവിയാണ്. അത്രയ്ക്കും നല്ല വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഈ മൂവി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല വൈബ്രൻറ്റ് കളേഴ്സ് നിറച്ച് വെച്ചിരിക്കുകയാണ് സ്ക്രീനിൽ. നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. കാരണം അത്രയും സ്ക്രീൻ സ്പേസാണ് ഈ മൂവിയിലെ സകല ക്യാരക്ടേഴ്സും കൂടി അടിച്ചെടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മോ, എന്തോരം ക്യാരക്ടേഴ്സായി മൂവിയിൽ. സിനിമ ടൈറ്റിലിൻ്റെ ബേസിൽ മാരിയോ ആണ് ഇതിലത്തെ ലീഡ് ക്യാരക്ടർ എന്ന് നമുക്ക് തോന്നുമെങ്കിലും പടത്തിൽ സകല കയ്യടി നേടിയിരിക്കുന്നത് പീച്ച് എന്ന പ്രിൻസസ്സാണ്. ഈ മൂവിയുടെ മെയിൻ സ്ട്രെങ്ത്ത് തന്നെ പീച്ചാണ്. മൂവി തുടങ്ങി പകുതിയൊക്കെ ആകുമ്പോഴേക്കും പീച്ചിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, എൻ്റെ പൊന്നോ. പിന്നെ ഈ പടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരം യൂണിവേഴ്സുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മൂവി തുടങ്ങുന്നത് റോസ്ലിൻ്റെ ഒരു യൂണിവേഴ്സിൽ നിന്നാണ്. നിറയെ സ്റ്റാർസും ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് കുറേ സ്റ്റാർസ് എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരെ മറ്റേ മഷ്റൂം യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് നേരെ ഗാലക്സിയിലേക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിലൊരു ഡൈനോസറൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു ഗെയിമിൻ്റെ ഒരു യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ഫൈറ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ ഫൈറ്റൊക്കെ എൻ്റെ പൊന്നോ അടിപൊളി സംഭവമായിരുന്നു. നമ്മളിപ്പോൾ ഈ ഗ്രാവിറ്റി എന്നൊക്കെ വിട്ടിട്ട് ഇതൊരു സ്പെഷ്യൽ യൂണിവേഴ്സാണല്ലോ, ആ ഭാഗത്ത് നമ്മൾ ശരിക്കും ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സർഫസിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ആ സർഫസിൽ നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കില്ല, പെട്ടെന്ന് ആ സർഫസ് കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ അടുത്ത് കാണുന്നത് വലിയൊരു ഇപ്പോൾ എന്താ പറയുക, ഒരു 90 ഡിഗ്രി ടേൺ ചെയ്തിട്ടുള്ള വേറൊരു സർഫസാണ്. അപ്പോൾ പീച്ചും ക്യാപ്റ്റനും അതിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകുക, അപ്പോൾ നോക്കുമ്പോൾ കുറേ പേര് അതിൽ നടക്കുന്നുണ്ട്. ഇതെന്താണാവോ അങ്ങനെ രീതിയിലൊന്നും, പിന്നെ പെട്ടെന്ന് ഇവർ അതിൽ നടക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ആ 90 ഡിഗ്രി വെച്ചിട്ട് പല ടൈപ്പ് പല സെക്ഷനായിട്ട് ആ സർഫസ് ഇങ്ങനെ ടേൺ ചെയ്ത് വരികയാണ്. ആ ഒരു സ്പെഷ്യൽ സർഫസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അതിൽ അംബ്രലൊക്കെ വെച്ചിട്ടുള്ള കുറേ സീനുകളുണ്ട്. അതായത് ചെറിയ ഒരു ടൈം സ്പേസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ, കുറേ ക്യാരക്ടേഴ്സ്, കുറേ ഒരു 3-4 മറ്റോ ആക്ഷൻ സീക്വൻസിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ കോമഡികൾ വരുന്നുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ മാരിയോൻ്റെ ഇൻട്രോ ഒക്കെ സൂപ്പറായിരുന്നു. ഒരു എന്താ പറയുക, ഡ്രൈ ലാൻഡിൽ കൂടെ പോയിട്ട് റേസ് ചെയ്ത് വരുന്ന ഭാഗമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ലൂജി ആയാലും പിന്നെ ഇതിൽ ഭയങ്കര ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഈ മാരിയോയും ലൂജിയും ഒരു ബേബീസായിട്ട് മാറുന്നുണ്ട് ഒരു എൻഡിലെത്തുമ്പോൾ. അത് നമ്മുടെ ജൂനിയർ ബോൺസ് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഇവർ ബേബീസായിട്ട് മാറിയിട്ട് ഇവർ കുറേ ഭയങ്കര കുഞ്ഞ ബേബീസാണ്. എന്നിട്ട് ഇവർ പോയിട്ട് കുറേ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരൊരു ഡൈനോസറിൻ്റെ യൂണിവേഴ്സിലെത്തും. അപ്പോൾ ആ ഡൈനോസറിൻ്റെ യൂണിവേഴ്സിലെത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അഡൽസാണല്ലോ. അപ്പോൾ അയ്യോ ഇനി എന്താ ഉണ്ടാവാൻ നോക്കുന്ന സമയത്ത് ബേബീസിനൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവർ ഓടിയ ഡൈനോസറിൻ്റെ മേത്ത് കയറുന്നതും പിന്നെ ആ ഡൈനോസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബേബീസിനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിതിലൊരു മൈനസായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ടൈമേ ഉള്ളൂ മൂവിക്ക്, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് ക്യാരക്ടേഴ്സ്, ഇതിനെല്ലാത്തിനും കൂടെ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഓരോ ഇമോഷണൽ ബോണ്ട് ഉണ്ടല്ലോ, അത് എനിക്ക് അവിടെ ഇവിടെ മിസ്സായതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മാരിയോൻ്റെയും ലൂജിയുടെയും ആ ഒരു റൊമാൻസ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്, എന്നാലും അത്രയ്ക്ക് ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് വന്നിട്ടില്ല. ഓൾറെഡി നമുക്കത് അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ റോസ്ലിൻ പീച്ചായിട്ടുള്ള ആ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ പീച്ചും മാരിയോ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതത്ര വർക്കൗട്ട് ആവുന്നില്ല. ലാസ്റ്റ് പിന്നെ അത് ഓക്കെ ആയെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 എണ്ണം മിനിമം ഉണ്ടാവും. ഇപ്പോൾ മാരിയോ, ലൂജി, പീച്ച്, റോസ്ലിന, ലൂമ, ബോൺസർ, ജൂനിയർ ബോൺസർ, ക്യാപ്റ്റൻ, അങ്ങനെ പിന്നെ യോഷി.
യോഷിക്കൊക്കെ ധാരാളം സ്ക്രീൻ സ്പേസ് ഉണ്ട്, ഫൈറ്റും കാര്യങ്ങളും എല്ലാം യോഷി ഉണ്ട്. അതിലത് 3 ഇപ്പോൾ മാരിയോ, ലൂജി, യോഷി, പിന്നെ നമ്മുടെ പീച്ചും ക്യാപ്റ്റനും, ഇവർ 5 പേരുമാണ് നമ്മുടെ റോസ്ലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു സീനിലെ സ്പേസ് ഷിപ്പ് വന്നിട്ട് പീച്ചിൻ്റെ കാസ്റ്റിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ മഷ്റൂം യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട്. പിന്നെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഗാലക്സിയിലെ സ്പേസ് ഷിപ്പ്, അതിൻ്റെ വരവും പോക്കൊക്കെ എന്താ പറയുക, സ്പേസ് ഷിപ്പിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുക, ചില താഴത്തേക്ക് നോക്കുമ്പോൾ താഴത്തെ ഒരു വ്യൂ ഒക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ പക്ക നമ്മൾ റിയലിസ്റ്റിക് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, അതേ രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇതൊരു ആനിമേറ്റഡ് മൂവി തന്നെയാണോ എന്ന് തോന്നിപ്പോവും. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും മോഡലിംഗ് ആയാലും റിഗ്ഗിങ് ആയാലും ടെക്സ്ചറിങ് ആയാലും ക്ലോത്തിൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ആനിമേഷൻ തന്നെ ഇവർ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ പറയില്ലേ ആനിമേറ്റഡ് മൂവിയാണ്, പക്ഷേ ആനിമേഷൻ പോരാ, ആനിമേറ്റഡ് മൂവിയാന്ന് പറഞ്ഞിട്ട് ഇത് ഒരുമാതിരി വഴിപാട് കഴിച്ച പോലെ അങ്ങനെ ഒരു തോന്നലേ ഇതിൽ വരില്ല. ശരിക്കും ആ അനിമേറ്റഡ് ടീമിന് തന്നെ നല്ലൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം ഇതിലെ സ്റ്റോറി ലൈൻ അത്ര പോരാ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ച് ഇവിടെ കാണിച്ച് കുറച്ച് അവിടെ കാണിച്ച്, പിന്നെ ഇടയിൽ ഫ്ലാഷ് ബാക്ക് പോയി, അങ്ങനെ കുറേ പിന്നെ ഗെയിം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫ്ലോ കിട്ടുന്നില്ല. പക്ഷേ ഈ പടം പിടിച്ചു നിന്നത് ഇതിൻ്റെ ആനിമേഷനും സൗണ്ടും കൊണ്ടാണ്. സൗണ്ട് ആനിമേഷൻ ഒരു രക്ഷയില്ല, അത്രയും നന്നായിട്ടുണ്ട്. പക്ഷേ സ്റ്റോറിയുടെ കാര്യത്തിൽ വളരെ ശോകമായിപ്പോയി. പക്ഷേ നമ്മൾ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റോറി ലൈൻ കൊള്ളൂലല്ലോ നമുക്ക് ചിന്തിക്കാൻ ടൈം കിട്ടില്ല. കാരണം അത്ര അധികം ആക്ഷൻസാണ് ഇതിൽ വരുന്നത്. ഈ 24 ഫ്രെയിം വെച്ചിട്ട് ഒരു സെക്കൻഡ്, അങ്ങനെ എത്ര ഫ്രെയിമുകൾ ഇതിൽ ചെയ്തിട്ടുണ്ടാവും, എന്തോ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. അതാലോചിക്കുമ്പോൾ തന്നെ ഈ പടത്തിന് 10/10 റേറ്റിംഗ് കൊടുക്കാൻ തോന്നും, അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ ഗെയിം ഞാൻ കളിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് മാരിയോൻ്റെ പണ്ടത്തെ ഗെയിമുകളും. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അങ്ങനെ 2-3 ഗെയിമുകൾ അവൈലബിൾ ആയിട്ടെന്ന് തോന്നുന്നു. പക്ഷെ പണ്ടത്തെ അത്രയും ആ ഒരു നൊസ്റ്റാൾജിക് സംഭവം എന്നല്ല, എന്നാലും അങ്ങനത്തെ ഗെയിമുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ 90s കിഡ്സിൻ്റെ ഒക്കെ ഒരുപാട് കാലത്തെ സ്വപ്നവും ആഗ്രഹമൊക്കെ ആയിരുന്ന ആ ഒരു ഗെയിമിനെ ഇതിൻ്റെ ക്ലൈമാക്സിൽ നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗെയിം കാണിക്കാൻ വേണ്ടി കാണിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യേയില്ല. കാരണം ഒരെൻ്റെ നിന്ന് നോക്കുമ്പോൾ ഇവർ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റെസ്ക്യൂ ഓപ്പറേഷൻ പോലത്തെ ഒരു സംഭവമായിട്ട് കാണിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അവരെ വെച്ചിട്ട് ഒരു ഗെയിം ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ബൗൺസ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ആ ഭാഗം നല്ലോണം കണക്റ്റ് ആവും. പിന്നെ ആ ഒരു ഫയറിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഡ്രാഗൺ അങ്ങനത്തെ സംഭവമൊക്കെ വരുന്നതൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് കണ്ണ് ചിമ്മാൻ പോലും നമുക്ക് ടൈം കിട്ടില്ല, അത്ര എൻഗേജിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇത്ര പെട്ടെന്ന് തീർന്നോന്ന് തോന്നിപ്പോവും, അത്രയും നല്ല രീതിയിലാണ് അവർ കൊണ്ടുവന്നേക്കണേ. കഥയിൽ മാത്രം ഒരു ഇഷ്യൂ ഉണ്ടെന്നല്ലാതെ ഇപ്പോൾ ഡയറക്ഷൻ ആയാലും ആനിമേഷൻ ആയാലും സൗണ്ടൊന്നും ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു 3D മോഡൽ ആനിമേഷനാണ്. അപ്പോൾ ഫുൾ മൂവി 3D മോഡൽ ആനിമേഷനാണ്. അപ്പോൾ 3D മോഡൽ ആനിമേഷനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കില്ല, പെട്ടെന്ന് ചൂടി വരികയാണ് ആ ഗെയിമിൻ്റെ സംഭവം വരുമ്പോൾ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആ മുകളിലേക്ക് ചാടുക, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും 3Dയിലേക്ക് വരികയാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല. എന്തിനാ ടിക്കറ്റ് എടുത്തും കയറിയെന്ന് ഒരിക്കലും തോന്നില്ല. പിന്നെ കുട്ടികൾക്കായാലും ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്, നല്ല വൈബ്രൻറ്റ് കളേഴ്സും പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു സംഭവം വരുന്നുണ്ട്. ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് താഴത്തേക്ക് വീഴും, ആ സ്പേസ് ഷിപ്പിൽ നിന്ന് താഴത്തേക്ക് വീഴുമ്പോൾ നേരെ വന്ന് വീഴുന്നത് ഫ്ലവറിൻ്റെ മുകളിലേക്കാണ്. എന്നിട്ട് അതുമൊന്ന് ഉരുമി താഴത്തേക്ക് വീഴുന്നത് ആ സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു സീനിൽ റോസ്ലിൻ ഇങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ലൂമ പീച്ചിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ആ വരുന്ന ടൈമിലൊരു ആകാശത്തു നിന്ന് ഇങ്ങനെ കുറേ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന പോലെ സ്റ്റാറിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഒരു 3D എഫക്റ്റിൽ കിട്ടി. ആകാശത്ത് ഇങ്ങനെ കുറേ കളർഫുള്ളായിട്ടുള്ള പാർട്ടിക്കിൾസ് ഭൂമിയിലേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ. ഞാൻ ആ സമയത്ത് ശരിക്കും ഇങ്ങനെ ഉണ്ടായാലോ എന്ന് ആലോചിച്ചു. എന്ത് രസമാണ് കാണാൻ. അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു അഡ്വഞ്ചറും ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആകെ ഒരു മൈനസ് ഉള്ളത് ഇതിൻ്റെ സ്റ്റോറിയിലാണ്. പക്ഷേ ആ സ്റ്റോറിയിലത്തെ ആ മൈനസ്
തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ആനിമേഷനും സൗണ്ടും വിഷ്വൽ എഫക്ട്സും എല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിപൊളി മൂവിയാണ്. കുട്ടികൾക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളൊരു മാരിയോ ഗെയിമിൻ്റെ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, എൻജോയ്.